വെൽക്കം യു ഓൾ ടു കേരള സ്കൂൾ ട്യൂഷൻ യൂട്യൂബ് ചാനൽ. ക്ലാസ് 7 ബേസിക് സയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 2 വീഡിയോ കഴിഞ്ഞു. 4th ചാപ്റ്റർ ആണ് ത്രൂ എലിമെൻ്ററി കനാൽ. അതിൻ്റെ 2 വീഡിയോ കഴിഞ്ഞു. ഇത് 3ാമത്തെ വീഡിയോയാണ്. ഓക്കെ, വി ഷാൽ കണ്ടിന്യൂ ഫ്രം ഹിയർ. സോ മിൽക്ക് ടീത്ത്. ഡു യു ഹാവ് എ ലിറ്റിൽ ബ്രദർ ഓർ സിസ്റ്റർ? ബ്രദറോ സിസ്റ്ററോ ഒക്കെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയലത്തെ വീട്ടിലെ ബ്രദറിനെ സിസ്റ്ററിനെ നോക്കിയാലും മതി. ഹാവ് യു നോട്ടീസ്ഡ് ടീത്ത് സ്പ്രൗട്ടിങ് ഇൻ ദ മൗത്ത് ഓഫ് സ്മോൾ ചിൽഡ്രൻ? കൊച്ചു പിള്ളേരുടെ വായിൽ പല്ല് കിളിച്ച് വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറ്റ് വിച്ച് ഏജ് ഡു ടീത്ത് സ്പ്രൗട്ട് ഇൻ ചിൽഡ്രൻ? പിള്ളേരുടെയൊക്കെ വായിൽ പല്ല് കിളിച്ച് വരുന്ന സമയം ഇപ്പോൾ എത്രയാണ്? ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കൊച്ചു പിള്ളേർക്ക് ചിലപ്പോൾ 1.5 വയസ്സാകുമ്പോഴൊക്കെയാണ് പല്ല് കിളിച്ച് വരുന്നത്, ചിലവർക്ക് 1 വയസ്സ്. എൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട്, എനിക്ക് പല്ല് കിളിച്ചത് ആക്ച്വലി 2 വയസ്സായപ്പോഴാണ്. ഇപ്പോൾ ഒരു ഫിക്സഡ് ഏജ് ഒന്നും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ബട്ട് അറൗണ്ട് 6 months ഒക്കെ ആകുമ്പോഴേക്കും പല്ല് കിളിച്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അറ്റ് വിച്ച് ഏജ് ഡു ടീത്ത് സ്പ്രൗട്ട് ഇൻ ചിൽഡ്രൻ? ഇറ്റ്സ് നോട്ട് ഫിക്സഡ്. 6 months ഈസ് നോർമൽ. ഹൗ മെനി ടീത്ത് ഡു യു ഹാവ്? ഹൗ മെനി ടീത്ത് ഡു യു ഹാവ്? നിങ്ങൾക്ക് എത്ര പല്ലാണ് ഉള്ളത്? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയാൽ. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരല്ലേ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനായി 7 6 13. നിങ്ങൾക്ക് ഇപ്പോഴും മിൽക്ക് ടീത്തുകൾ പൊഴിഞ്ഞ് തീരാറായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് 32 പല്ലുകളും വന്ന് കാണില്ല. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്ക് എത്ര പല്ലുണ്ടെന്ന്. ഡു ഓൾ ദ ടീത്ത് വിച്ച് സ്പ്രൗട്ടഡ് ഫസ്റ്റ് റിമൈൻസ് ഈവൻ നൗ? നിങ്ങൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ കിളുത്തു വന്ന എല്ലാ പല്ലും നിങ്ങൾക്ക് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല. നോ. വൈ? അത് പാൽപ്പല്ലുകൾ, അതെല്ലാം കൊഴിഞ്ഞു പോയി കാണും വീണപ്പോഴൊക്കെ. So it is at the age of approximately 6 months that the teeth start sprouting. So ഇതിന്റെ ആൻസർ കിട്ടി നമുക്ക്. ഇവിടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. At which age do teeth sprout in children? Approximately 6 months teeth start sprouting. These teeth are known as milk teeth. So 6 months ആകുമ്പോഴേക്ക് നിങ്ങൾക്ക് കിളിച്ച് വരുന്ന ടീത്തിനെയാണ് മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. So 10 teeth each would have appear on the upper and lower rows. So മേളിൽ 10 പല്ല്, താഴെ 10 പല്ല്. So ടോട്ടലി എത്ര പല്ലാണ്? 20. So 20. ഞാൻ ടീച്ചർ പറഞ്ഞില്ലേ 20. So totally 20 teeth develop in children. So the milk teeth start falling from the age of 6. 6 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് പല്ല് കൊഴിയൽ തുടങ്ങും. അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടായാലും അല്ലെങ്കിലും നിങ്ങളുടെ പല്ല് കൊഴിഞ്ഞു തുടങ്ങും. That is nature's law. So at the age of 6, your milk teeth start falling. Permanent teeth are those which appear after that. So 6 വയസ്സിന് ശേഷം പല്ല് കൊഴിഞ്ഞ് നിങ്ങൾക്ക് റീപ്ലേസ്മെന്റ് ആയിട്ട് വരുന്ന പല്ലുകളാണ് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. If any of them breaks or falls off, a new one will never take its place. So മിൽക്ക് ടീത്ത് പോയാൽ വേറൊരു ടീത്ത് വരും. പക്ഷെ പെർമനന്റ് ടീത്ത് അത് കയ്യിലിരിപ്പ് കൊണ്ടായാലും അല്ലെങ്കിലും പല്ല് പോയെന്ന് വെച്ചോ, you won't get an alternative in your lifetime. അതിന് പകരം നിങ്ങൾ ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയി പൈസ കൊടുത്ത് നല്ല പല്ല് നോക്കി മേടിക്കേണ്ടി വരും. ആരുടെയോ, ഉപ്പൻ്റെയോ കുരങ്ങൻ്റെയോ നിങ്ങളുടെയോ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ പല്ലൊക്കെ മേടിച്ച് വെക്കാം. ഓക്കെ, ബട്ട് നാച്ചുറലി നിങ്ങൾക്ക് ഒരിക്കലും പല്ല് കിളിച്ച് വരില്ല ഈ പെർമനന്റ് പല്ല് പോയി കഴിഞ്ഞാൽ. Those which grow last are the molars at the end of the gum. നമ്മളുടെ മോണയിൽ, ഗം എന്ന് വെച്ചാൽ മോണയിൽ ഏറ്റവും അറ്റത്ത് നമുക്ക് കിളിക്കുന്ന പല്ലുകളെയാണ് ഈ മൊണാർസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ നമ്മൾ അണപ്പല്ലെന്ന് പറയും. ചില സമയത്ത് വഴക്കൂടം പറയത്തില്ല, നിന്റെ അണപ്പല്ല് അടിച്ച് ഞാൻ താഴെ ഇടുമെന്ന് പറയത്തില്ല. സോ ഈ അണപ്പല്ലെന്ന് പറയുന്നത് ഏറ്റവും അവസാനം ഡെവലപ്പ് ചെയ്യുന്ന പല്ലായി അണപ്പല്ല്. കൊച്ചു കുട്ടികളിലൊന്നും ഈ അണപ്പല്ല് കാണത്തില്ല. സോ ഈ അണപ്പല്ല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ച്യൂവിങ്ങിനൊക്കെ, ചവയ്ക്കാനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ അണപ്പല്ല് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു പല്ലിൻ്റെ സ്ട്രക്ചറാണ്, ഒരു ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സെക്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇതിൻ്റെ പുറത്ത് ഈ വെളുത്ത് അപ്പൂപ്പൻ്റെ താടി പോലെ ഇരിക്കുന്ന ഈ സാധനമാണ് ഇനാമൽ എന്ന് പറയുന്നത്. സോ നമ്മളുടെ പല്ലിൻ്റെ മോണയാണ് ഈ കൊടുത്തിരിക്കുന്ന ഈ റെഡ് കളർ. മനസ്സിലാവുന്ന മോണയ്ക്കകത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ് പല്ല്. മോണയാണ് റെഡ് കളറ്, മോണയ്ക്കകത്തോട്ട് ഇറങ്ങിയിരിക്കുവാണ് പല്ല്. സോ ഈ മോണയുടെ പുറത്ത് കാണുന്ന പോർഷൻ എബവ് ദ ഗം, അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പോർഷൻ ബിലോ ദ ഗം, മോണയ്ക്ക് താഴെ കാണപ്പെടുന്ന പല്ലിൻ്റെ പാർട്ട്. സോ ഒരു പല്ലിൻ്റെ ഒരു 25% ഇവിടെ കാണുകയാണെങ്കിൽ 75% മോണയ്ക്ക് അടിയിലാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പല്ലെടുക്കാനൊക്കെ ഡെന്റൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സർജറി ഒക്കെ നടത്തി ഇവിടെ കീറി മുറിച്ചൊക്കെ ആയിരിക്കും ഇത് എടുക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് എ വെരി ഹ്യൂജ് പ്രോസസ്, വെരി ഡിഫിക്കൽട്ട് ആക്ടിവിറ്റി ആണ്.
സോ മുകളിൽ കാണപ്പെടുന്ന പോർഷനാണ് ഇത്രയും, താഴെ കാണപ്പെടുന്ന പോർഷനാണ് ഇത്രയും. ഓക്കെ, സോ അതിന്റെ ഔട്ടറിൽ കാണപ്പെടുന്ന വൈറ്റ് കളറാണ് ഇനാമൽ എന്ന് പറയുന്നത്. ടു ചൂ ആൻഡ് ഗ്രൈൻഡ്, ചവയ്ക്കാനും പൊടിക്കാനും ഒക്കെയാണ് നമുക്ക് പല്ല്. നമ്മളുടെ മില്ലിൽ നമ്മൾ പോയി മല്ലിയും മുളകും ഒക്കെ പൊടിപ്പിക്കുന്നതാണെങ്കിൽ നമുക്ക് ചവയ്ക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ആർ ഓൾ അവർ ടീത്ത് സിമിലർ? നമ്മുടെ എല്ലാ ടീത്തും സിമിലർ ആണോ? ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ യൂസ് ഓഫ് ഈച്ച് ഓഫ് ദം? ഓരോ ടീത്തിന്റെ യൂസിന് ഡിഫറൻസ് ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എന്താണെന്ന് നിങ്ങൾ വറീഡ് ആവണ്ട, ഈ ബോക്സ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഇവിടെ നമ്മളുടെ പല്ലിന്റെ രണ്ട് മുകളിലത്തെ താഴത്തെ മോണയാണ് കൊടുത്തിരിക്കുന്നത്. ഡെനീഷൻ ഓഫ് എ 14 years ഓൾഡ്. ഡെനീഷൻ മീൻസ് അവന്റെ ഡെന്റലിന്റെ സ്ട്രക്ചർ. 14 വയസ്സുള്ള ഒരു പയ്യന്റെ ഡെന്റലിന്റെ സ്ട്രക്ചറാണ് 14 years ഓൾഡ്. അതായത് 6, 7, 13, 14, അതായത് നിങ്ങളുടെ പ്രായം അല്ലേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അന്നേരം അണപ്പല്ലൊക്കെ വന്നു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അണപ്പല്ല് ഇനി ആരെങ്കിലും അടിച്ച് താഴെ ഇടാം, സൂക്ഷിച്ചോ. അപ്പോൾ നിങ്ങളുടെ പല്ലിന്റെ കൗണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 32 എന്ന് എഴുതാം. കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇൻസിസേഴ്സ്, canine, premolars, molars. So incisors, canine, premolars, molars. Okay, so ഇതൊരു കോഡാ, ICPM. ഓക്കെ, ICPM, incisors, canine, premolars, molars. ഇനി നിങ്ങൾ ഓർക്കേണ്ടത് 2, 1, 2, 3 ഇതായിരിക്കും ഓർഡർ. ഇതെവിടെ സാറേ 2, 1, 2, 3? ഈ ഒരു പല്ല് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ ലോവർ ജോ, കീഴ്ത്താടിയാണ്. അതേപോലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് അപ്പർ ജോ. ഓക്കെ, സോ ഈ ലോവർ ജോയുടെ മിഡിലിൽ നിന്നും റൈറ്റിലോട്ട്, മിഡിലിൽ നിന്നും ലെഫ്റ്റിലോട്ട്. സോ സിമിലർ ആയിരിക്കും അപ്പർ ജോയുടെ മിഡിൽ നിന്ന് റൈറ്റും ലെഫ്റ്റ്. മനസ്സിലാവുന്നോ? മനസ്സിലായോ നിങ്ങൾക്ക്? സോ ലോവർ ജോ, അപ്പർ ജോ. സോ 2, 1, 2, 3. സോ 2, 1, 2, 3. അവിടെ 3 വരേണ്ടത്. 2, 1, 2, 3. 2, 1, 2, 3. 3 ഡെവലപ്പ് ആവണം നോർമലി. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. 14 + 14 28. ഓക്കെ, നിങ്ങൾക്ക് 32 ഇല്ല കേട്ടോ, 28 ഉള്ളൂ. ഈ അവസാനത്തെ ഒരെണ്ണം നിങ്ങൾക്ക് ഡെവലപ്പ് ആകാനുണ്ട്. ഞാനിവിടെ പറഞ്ഞില്ലേ, എന്തോ പറഞ്ഞേ, 2, 1, 2, 3. നമ്മൾ 32 പല്ലുള്ള ഒരു അഡൾട്ടിന്റെ കാര്യത്തിലാണ് ഈ 2, 1, 2, 3. 32 പല്ല്. നിങ്ങളുടെ പ്രായം, അതായത് 14 years നിങ്ങൾക്ക് 28 പല്ലേ കാണുമെന്നാണ് പറയുന്നത്. ആ 28-ൽ 2 teeth ഓക്കെ, അത് ഇൻസിസേഴ്സ് ആണ്. 1 teeth ഓക്കെ, അത് കനൈൻ ആണ്. സോ ഇൻസിസേഴ്സ് ഉണ്ട്, കനൈൻ ഫുൾ വന്നു. പ്രീമൊളാഴ്സ് 2, 1, പ്രീമൊളാഴ്സ് 2, അതുകൊണ്ട് മൊളാർസ് നിങ്ങൾക്ക് 2 എണ്ണമേ വന്നിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ഒരെണ്ണവും കൂടെ വരാനുണ്ട്. മനസ്സിലാവുന്നോ? സെയിം ആയിരിക്കും ഈ സൈഡിൽ. 2 ഇൻസിസേഴ്സ്, 1 canine, 2 premolars, 2 molars. ഒരു അഡൽട്ടിൽ 3 ഉണ്ട്, നിങ്ങൾക്ക് 2 ഉള്ളൂ കേട്ടോ. സോ സെയിം ആയിരിക്കും ഇവിടെ. 2 ഇൻസിസേഴ്സ്, 1 canine, 2 premolars, 2 molars. ഒരു മൊളാർ മിസ്സിംഗ് ആണ്. സോ ടോട്ടലി നിങ്ങളിത് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ഒരു സൈഡിൽ 2 + 2 4 + 2 6 + 1 7. സോ ഒരു സൈഡിൽ നിങ്ങൾക്ക് 7, ഒരു സൈഡ് 7, ഒരു സൈഡ് 7, ഒരു സൈഡ് 7. 7 × 4 28. So totally 28 teeth you have at your age of 14 years old. So when you become adult by 18 years of age, 32 will be there. ഈ 32 ഏതാണ്? ഒരു മൊളാർ ഇവിടെ വരും, ഒരു മൊളാർ ഇവിടെ വരും, ഒരു മൊളാർ ഇവിടെ വരും, ഒരു മൊളാർ ഇവിടെ വരും. സോ ടോട്ടലി 32 ആയിരിക്കും ഒരു അഡൾട്ടിൽ വരുന്നത്. ക്ലിയർ? ഇനി നമ്മൾ ഇവിടെ കൊച്ചു കുട്ടികളുടെ പല്ലിന്റെ കാര്യം പറയും. മിൽക്ക് ടീത്തിന്റെ എണ്ണം എടുക്കുകയാണെങ്കിൽ അവർക്ക് മൊളാർസ് കാണില്ല. അവർക്ക് ഈ 3 എണ്ണമേ കാണും. ഏത് 3 എണ്ണം? ഇൻസിസേഴ്സ് കാണും, കനൈൻ കാണും, പ്രീമൊളാർസ് കാണും.
ഇൻസിസേഴ്സും കനൈനും പ്രീ മൊളാർസും കാണും കൊച്ചു കുട്ടികളിൽ 6 വയസ്സ് 7 വയസ്സ് 8 വയസ്സ് വരെ 6 വയസ്സ് 7 വയസ്സ് വരെ ഇത്രേ കാണാം. ഇൻസിസേഴ്സ് കനൈന് പ്രീ മൊളാർസ്. മൊളാർസ് അവന് 0 ആണ്, ഇറ്റ്സ് മിസ്സിങ് ഇൻ ദ. നിങ്ങൾക്കോ? നിങ്ങളുടെ വയസ്സിൽ നിങ്ങൾക്ക് 2 മൊളാർസ് ഉണ്ട്, ഒരെണ്ണം മിസ്സിങ് ആണ്. ടീച്ചറിൻ്റെ ഏജിലോ ഞങ്ങൾക്ക് 3 മൊളാർസ് ഉണ്ട്. ഞങ്ങൾക്ക് 3 മൊളാർസ് ഉണ്ട്. അതർവൈസ് നമ്മളുടെ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഇൻസിസേഴ്സ് അവർക്കും 2 ഉണ്ട്, കനൈൻ 1 ഉണ്ട്, പ്രീ മൊളാർസ് 2 ഉണ്ട്. 2 2 4 1 5, 5 ഗുണം 4 20. സോ ഒരു മിൽക്ക് ടീത്തിന്റെ എണ്ണം ചോദിച്ചാൽ 20 ആണ്. നിങ്ങളുടെ ഏജിൽ 14 ഇയേഴ്സ് ഏജിൽ ചോദിച്ചാൽ 28 ആണ്. അഡൾട്ട് ആവുമ്പോൾ കംപ്ലീറ്റ് ടീത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് 32 ആണ്. ഓക്കെ, സോ ഇൻസിസേഴ്സ് 2, കനൈൻ 1, പ്രീമൊളാർസ് 2, മൊളാർസ് 3. നിങ്ങൾക്കാണെങ്കിൽ 2, കൊച്ചു പിള്ളേർക്കാണെങ്കിൽ 0. ക്ലിയർ? ഇനി ഇതിന്റെ ഫങ്ഷൻസ് എഴുതിയിരിക്കുന്നത് ഇൻസിസേഴ്സ്. നമ്മളുടെ ഫ്രണ്ടിൽ കാണുന്ന പല്ല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇറച്ചിയൊക്കെ എടുത്തിട്ട് കടിച്ച് കീറുന്നത് ഈ ഫ്രണ്ടിൽ വെച്ചല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഒരു ചോക്ലേറ്റ് എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നത് കടിക്കുന്നത് ഫ്രണ്ടിൽ വെച്ചല്ലേ. സോ ഇറ്റ് ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് കട്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കടിച്ചു മുറിക്കാനും കടിച്ചു പിടിക്കാനും ബൈറ്റ് ആൻഡ് കട്ടിന് ഇൻസിസേഴ്സ് ഉപയോഗിക്കുന്നു. കനൈനോ ഹെൽപ്സ് ടു ടിയർ ഓഫ് ഫുഡ് സ്റ്റഫ്. കടിച്ച് കീറാനാണ് നമ്മൾ കനൈൻ ഉപയോഗിക്കുന്നത്. ഇൻസിസറിന്റെ തൊട്ടിപ്പുറത്തിരിക്കുന്നത് കടിച്ച് കീറാൻ. പ്രീമൊളാർസോ ഹെൽപ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ്, ചവയ്ക്കാന് പൊടിക്കാന്. സോ മൊളാർസോ ഗ്രൈൻഡ് ആൻഡ് ക്രഷ്. ഓക്കെ, സോ ച്യൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് പ്രീമൊളാർസ്, ഗ്രൈൻഡിങ് ആൻഡ് ക്രഷ് മൊളാർ, ടിയറിങ് ഓഫ് ഫുഡ് സ്റ്റഫ് കനൈൻ, ബൈറ്റ് ആൻഡ് കട്ട് ഇൻസിസേഴ്സ്. ഓക്കെ, ഇനി ഇവര് ഈ എഴുതിയിരിക്കുന്ന എണ്ണങ്ങൾ എന്ന് പറയുന്നത് ഇതിനെ നിങ്ങൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. ദാറ്റ് മീൻസ് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4 അല്ലേ. സോ ഏത് നമ്പർ ആയാലും അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് 8 teeth in front, 4 above and below. So 2 into 4 8 teeth. Yes, true ആണ്. കനൈൻ ആണെങ്കിലോ 1 into 4, 1 into 4 there are 4. So 4 teeth near the incisors on both sides above and below. ശരിയാണ്, ശ്രദ്ധിച്ചോണം. ഇവിടെ ഇൻസിസേഴ്സ് കഴിഞ്ഞാൽ കനൈൻ, ഇവിടെ ഇൻസിസേഴ്സ് കഴിഞ്ഞാൽ കനൈൻ, അതുപോലെ തന്നെ ഇൻസിസേഴ്സ് കഴിഞ്ഞാൽ കനൈൻ. സോ ഇൻസിസേഴ്സിന്റെ തൊട്ടപ്പുറത്ത് മുകളിലും താഴെയും 2 സൈഡിലുമായിട്ട് ഉണ്ട് 1 into 4 4. ഇനി പ്രീമൊളാർസ് 2 into 4 8. So 8 teeth next to the canines on both sides above and below. Similarly, മനസ്സിലാവുന്നോ? കനൈൻ കഴിഞ്ഞാൽ വരുന്ന 2 ടോട്ടലി 8. ഇനി മൊളാർസ് 12 teeth next to premolars above and below. So 3 വെച്ചാണ്, 3 into 4 3 12 12. So 12 teeth next to premolars, അതായത് 3 എണ്ണം കാണണം എന്ന് അതിൻ്റെ അർത്ഥം. 1 2 3 മൊളാർസ് 3 എണ്ണം കാണണം ഓരോ സൈഡിലും. പക്ഷെ നിങ്ങൾക്ക് 3 എണ്ണം ഡെവലപ്പ് ആയില്ല. 1 2 3 4 5 6 7 എണ്ണേ നിങ്ങൾക്ക് ഡെവലപ്പ്. മനസ്സിലായോ? അപ്പോൾ ഈ ബോക്സിനകത്ത് കൊടുത്തിരിക്കുന്നതാണ് ആക്ച്വൽ അഡൾട്ടിനകത്ത് വരുന്ന സ്ട്രക്ചർ. ആ ബോക്സിന്റെ എണ്ണം അനുസരിച്ച് ടോട്ടലി 32 ആയിരിക്കണം. 1 2 3 4 5 6 തെറ്റിപ്പോയി. കറക്റ്റ് മിഡിലിൽ എണ്ണിയില്ല നമ്മൾ. കറക്റ്റ് മിഡിൽ വരയ്ക്കട്ടെ. മിഡിൽ ഇവിടെ ആണ്. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. ഓക്കെ, മനസ്സിലായോ? 8 8 × 4 32. ഇനി ഈ പല്ലിന് 2 എണ്ണം ആണോ ഇത് ഇത്രയും വലുതായിട്ടിരിക്കുന്നത്? ഇത് വേണമെങ്കിൽ 2 എണ്ണം ആണോ? ഒരു ഡൗട്ട് കേട്ടോ, അത് നോക്കിയേക്കണേ. ഓക്കെ, എനിവേ 32 ടീത്ത് ഉണ്ട്. 32 ടീത്ത് ഉണ്ട് ടോട്ടലി. 8 ഇൻസിസേഴ്സ്, 4 കനൈൻസ്, 8 പ്രീമൊളാർസ്, 12 മൊളാർസ്. സോ ഏറ്റവും കൂടുതൽ പല്ലുള്ള ഏതാ? അത് മൊളാർസ് ആണ്.
Okay. Okay. അല്ലല്ല, ഇത് രണ്ടെണ്ണം ഒന്നും അല്ല, ഇത് അത് തന്നെയാണ്. 14 ഇയേഴ്സിൽ നമുക്ക് 28 പല്ലേ കാണൂ. ഈ അവസാനത്തെ മൊളാർസ് ഉണ്ടല്ലോ, അവസാനത്തെ മൊളാർ ഞാൻ പറഞ്ഞില്ലേ ഒരെണ്ണം മിസ്സിംഗ് ആണെന്ന്, 1 2 3 4. ഈ 4 ടീത്തിനെ നമ്മൾ വിസ്ഡം ടീത്ത് എന്നാണ് പറയുന്നത്. വിസ്ഡം ടീത്ത്. ഈ വിസ്ഡം ടീത്ത് നമുക്ക് ഒരു 25 വയസ്സൊക്കെ ആകുമ്പോഴേക്കായിരിക്കും, 25, 26, 27, 28 ആ പ്രായമൊക്കെ ആകുമ്പോഴേക്കായിരിക്കും ഈ വിസ്ഡം ടീത്ത് ഡെവലപ്പ് ആകുന്നത്. ഓക്കെ. Premolars and molars are generally called molar teeth. So premolarsനെയും molars-നെയും generally നമുക്ക് molar teeth എന്ന് പറയാം. മനസ്സിലാവുന്നു? ഞാൻ പറഞ്ഞ എല്ലാം ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? സോ ഇവിടെ 14 ഇയേഴ്സിൽ 28 കൂട്ടിയാൽ മതി. ഒരു 10-25 വയസ്സാകുമ്പോഴത്തേക്ക് 32 പല്ലാവത്തേ ഉള്ളൂ നിങ്ങൾക്ക്. A total of 32 teeth are seen in adult. So are the teeth of other animals similar to ours? No. അവരുടെ ടീത്ത് വ്യത്യാസമാണ്. അവരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചായിരിക്കും അവരുടെ ടീത്ത്. നമ്മളുടെ പശുവിൻ്റെ ഒക്കെ ടീത്ത് എത്തുകയാണെങ്കിൽ എല്ലാം ചവയ്ക്കാൻ പറ്റുന്ന ടൈപ്പ് പ്രീമൊളാറും മൊളാറും ആയിരിക്കും. അതേസമയം നമ്മൾ ഇവന്റെ എടുത്ത് നോക്കിയാലോ, അവന്റെ കനൈൻ ആയിരിക്കണം, ഇൻസിസേഴ്സ് കനൈൻ, കടിച്ച് കീറാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കണം അവന്റെ. So carnivores have canine teeth which can tear off food, but herbivores can have teeth that help in cutting, chewing, grinding food. ഇവന് കനൈൻ്റെ ആവശ്യമില്ല, കാര്യം ഇവൻ ചിക്കനും മട്ടനും ബീഫും ഒന്നും കഴിക്കുന്നില്ല. ഓക്കെ, പക്ഷെ ഇവ അതെല്ലാം കഴിക്കുന്നുണ്ട്, ഇവന് കനൈനാണ് കൂടുതലായിട്ട് വേണ്ടത്. The journey of food. Where does the food chewed and ground in the mouth move to? Trace the path of food and write it down. Foodന്റെ ട്രാവലിംഗ് ആ പറയുന്നത്. So ഫുഡിന്റെ കഥ പറയുക. I was sitting very happily in a vessel. Unexpectedly I got trapped in a mouth. I was pressed and squeezed even before I could enter the mouth. And what to say about my story in the mouth? How cruelly the teeth treated me. And when I tried to escape, the tongue threw me again before the teeth. നമ്മളുടെ നാക്കാണ് കറക്റ്റായിട്ട് പല്ലിനിടയിലോട്ട് വെച്ച് കൊടുക്കുന്നത്. ചവച്ചോ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മളുടെ ഒരു അരിമില്ലിൽ അരി വീണ്ടും അവിടെ നിൽക്കുന്ന ആള് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നമ്മളുടെ നാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം എടുത്തിട്ട് നമ്മൾ അവനെ കറക്റ്റായിട്ട് ചവയ്ക്കും. What happens to the idli next? Where all did the idli reach? Analyze the details given below. നേരെ അവന്മാരൊരു കുഴലിലൂടെ നമ്മളുടെ സ്റ്റൊമക്കിലെത്തും. Food reaches the stomach from the mouth through the esophagus. ഇതിനെ വായിക്കുന്നത് ഓയിസോഫാഗസ് എന്നല്ല, ഈസോഫാഗസ് എന്നാണ് വായിക്കുന്നത്. പക്ഷെ അതിന്റെ സ്പെല്ലിംഗ് ഓർത്തിരുന്നോണം, മറന്നുപോകും. OESOPHAGUS. സോ നമ്മളുടെ മൗത്തിൽ നിന്നും നമ്മളുടെ സ്റ്റൊമക്കിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ പൈപ്പിനെയാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ ഫുഡ് പൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫുഡ് റീച്ചസ് ദ സ്റ്റൊമക്ക് from the mouth through esophagus. It is a wave-like movement of the esophagus which enables this. So esophagus നാഥ് ഒരു wave-like movement ഉണ്ട്. ആ മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. So peristalsis movement you will observe in food pipe or esophagus, so which assists the food movement from mouth to stomach. Due to the movement of the stomach wall, food is rendered paste-like inside the stomach. So peristalsis movement കാരണം സ്റ്റൊമക്കിനകത്ത് ഫുഡ് ഒരു പേസ്റ്റ് ലൈക്ക് ആണ് എത്തുന്നത്. The digestive enzymes produced by the stomach digest food chemically too. So stomach produce ചെയ്യുന്ന digestive enzymes. ആൾറെഡി മൗത്തിൽ ചില digestive enzymes, salivary amylase ഒക്കെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റൊമക്കിൽ ചില എൻസൈംസ് ഉണ്ട്, അവന്മാരും അസിസ്റ്റ് ചെയ്യും ചില കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടക്കും. സ്റ്റൊമക്കിൽ നിന്ന് നേരെ ഫുഡ് പോകുന്നത് സ്മോൾ ഇൻഡസ്റ്റൈൻ, ചെറുകുടലിലോട്ടാണ്. സ്മോൾ ഇൻഡസ്റ്റൈൻ ഈസ് അബൌട്ട് 6 മീറ്റർ ലോങ്. എത്ര മീറ്റർ ഉണ്ട്? 6 മീറ്റർ നീളമുണ്ട്. ഡൈജഷൻ ഓഫ് ഫുഡ് ഈസ് കംപ്ലീറ്റഡ് ഹിയർ. The nutrients in the digested food are absorbed into the blood. So digested foodലുള്ള nutrients ബ്ലഡിനകത്തോട്ട് absorb ചെയ്യും. Then comes the large intestine. So മൗത്തിൽ നിന്ന് നേരെ സ്റ്റൊമക്കിൽ നിന്ന് സ്മോൾ ഇൻഡസ്റ്റൈൻ, then large intestine. Large intestine is a broader intestine, comparatively വലുതാണ്, following small intestine, and is about 1.5 meter long. Small intestine around 6 meters നീളമുണ്ട്. Large intestine 1.5 meter നീളമാണ്. The absorption of water containing minerals and salt takes place here.
വാട്ടറും മിനറൽസും എല്ലാം അബ്സോർഷൻ നടക്കുന്നത് ലാർജ് ഇൻഡസ്ട്രിയിൽ വെച്ചാണ്. വാട്ട് റിമെയിൻസ് ആഫ്റ്റർ ദാറ്റ് ഈസ് ഫീസസ്. ഇതിന് ശേഷം എന്താണോ ഉള്ളത് അതിനെയാണ് ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ ഫീസസ് എന്ന് പറയുന്നത്, വേസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ റെക്ടം ആൻഡ് എക്സ്പെൽഡ് ത്രൂ ഏനസ്. നമ്മുടെ ഏനസിന് തൊട്ട് മുകളിലിരിക്കുന്ന ഒരു സ്ഥലമാണ് റെക്ടം എന്ന് പറയുന്നത്. സോ നമ്മൾ കക്കൂസി പോകത്തില്ലേ, കക്കൂസി പോകുമ്പോൾ നമ്മളുടെ വേസ്റ്റ് ഒക്കെ ഇറങ്ങി വരുന്നതാണ് ഏനസിൽ. ആ വേസ്റ്റിന്റെ പേരാണ് ഫീക്കസ് എന്ന് പറയുന്നത്. ഫീക്കൽ മാറ്റർ എന്നൊക്കെ നമ്മൾ പറയും. FAECAL. Okay. So now complete the journey of Italy. Italy മൗത്തിൽ നിന്ന് ഫുഡ് പൈപ്പ്, ഈസോഫാഗസിലൂടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം, ഏനസ് ഔട്ട്സൈഡ്. Hope you now familiar with the parts of the digestive system. Yes. Look at the picture and label the parts marked in it. പിക്ചറിനകത്ത് നമ്പർ കൊടുത്തിരിക്കുന്നത് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് ചെയ്യാം. ഇത് മൗത്താണ്, ഇത് ഈസോഫാഗസ് ആണ്, ഇത് സ്റ്റൊമക്ക് ആണ്, ഇത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഇത് ലാർജ് ഇൻറ്റസ്റ്റൈൻ, ഇത് റെക്ടമാണ്. Okay. Look at the picture of the digestive system of some organism. നമ്മളുടെ വീട്ടിലെ പട്ടിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, വീട്ടിലെ കോഴിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇതെന്ത് പുഴുവോ മണ്ണിരയോ പാമ്പോ, എന്തോ ഇത് പാമ്പാന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലെ പശുവിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. പശുവിനെ ഇവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടിടണം, ചാണകമല്ല, ഭയങ്കര പാടാണ്. ഡൈജസ്റ്റീവ് സിസ്റ്റവും ആൽക്കഹോളിസം ആണ് പറഞ്ഞിരിക്കുന്നത്. ലിക്വർ അഫ്ലിക്ട്സ് വൂണ്ട്സ് ഓൺ ദ സോഫ്റ്റ് ലെയേഴ്സ് ഓഫ് ദ സ്റ്റൊമക്ക്. ദിസ് റിസൾട്ട് ഇൻ അൾസർ. സോ ലിക്വർ ഉണ്ടല്ലോ നമ്മുടെ മദ്യം, അത് അഫ്ലിക്ട്സ് വൂണ്ട്സ് ഓൺ ദ സോഫ്റ്റ് ലെയർ ഓഫ് ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിലെ സോഫ്റ്റ് ലെയറിൽ കൊച്ചു കൊച്ചു മുറിവുകൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഇത് അൾസറിന് കാരണമാകും. സോ നിങ്ങൾ മദ്യപാനിയൊക്കെ ആണെങ്കിൽ, വെള്ളമടിക്കാരനൊക്കെ ആണെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. എക്സസീവ് ആൽക്കഹോളിസം കോസസ് ലിവർ സിറോസിസ്. ഇനി സ്റ്റൊമക്കിന്റെ കാര്യം പോകുന്നത്, അൾസർ വരുന്നത് പോട്ടെ, അതുകൂടാതെ ലിവർ ആണ് ഈ ആൽക്കഹോളിനെ എല്ലാം എടുത്ത് ട്രീറ്റ് ചെയ്യുന്നത്. ലിവറിന് സിറോസിസിലുണ്ടാവും, സിറോസിസ്. ലിവർ കുറഞ്ഞ് എരിഞ്ഞ് തീരും. ലിക്വർ കോസ് ക്യാൻസർ ഇൻ ദ മൗത്ത്, ഈസോഫാഗസ്, ലിവർ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. ലിക്വർ കറക്റ്റായിട്ട് ഡൈല്യൂട്ട് ചെയ്യാതൊക്കെ കഴിച്ചാൽ മൗത്തിലും ഈസോഫാഗസിലും ലിവറിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലും എല്ലാം ക്യാൻസർ ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇനി ലിക്കർ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അൾസർ ഉണ്ടാകാം, ലിക്കർ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാം, ലിക്കർ കഴിച്ചില്ലെങ്കിലും, അതായത് പെപ്സിയും കൊക്കോളയൊക്കെ അടിച്ചു കയറ്റുന്നവനും സിറോസിസ് ഉണ്ടാവാം, ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവനും. മനസ്സിലായോ? ലിക്കറിനെ മാത്രം പഴിക്കൊന്നും വേണ്ട. നൗ ന്യൂട്രീഷൻ ഇൻ അമീബയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് എക്സ്ക്രീഷൻ, ഫുഡ് ആൻഡ് ഹൈജീൻ. ടൈം ഉണ്ടോ? ഓക്കെ, അതുകൂടെ നോക്കിപ്പാ നമുക്ക്. ന്യൂട്രീഷൻ ഇൻ അമീബ. ഹൗ മെനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസം ആർ ദെയർ അറൌണ്ട് us? A lot are there. Don't all the organisms receive and utilize food from the environment? Yes. See the illustration process of nutrition in amoeba, a unicellular organism. So unicellular organism ആയ അമീബയിൽ അവൻ എങ്ങനെ ഫുഡിനെ എടുക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയാൽ ഞങ്ങൾ. സോ ഈ അമീബയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നു, ഇത്തിരി കഴിയുമ്പോൾ ഇങ്ങനെ ആവാം. അത് അവൻ്റെ ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് ഫുഡ് പാർട്ടിക്കിൾ. ഫുഡിൻ്റെ പാർട്ടിക്കിളിൻ്റെ അകത്ത് വന്നു അവൻ ദാ ഇങ്ങനെ ചരിച്ചു, അവൻ്റെ ബോഡി അത് ഇച്ചിരി കൂടെ ഇങ്ങനെ ചരിച്ചതാ ഇങ്ങനെ കൊണ്ടുവന്നു. ഇത് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉള്ളത് തമ്മിൽ അങ്ങ് ജോയിൻ ചെയ്തിട്ട് ഇവിടെ അങ്ങ് നിറയ്ക്കുക. അതായത് അവൻ്റെ ബോഡിയുടെ സ്ട്രക്ചർ ആവുക, ഇത് രണ്ടും കൂടെ അങ്ങ് മെർജ് ചെയ്തു. അപ്പോൾ ഫുഡ് എവിടെ ആയി? അകത്തായി. കണ്ടോ? ഫുഡ് ഇപ്പോൾ അകത്തായത് കണ്ടോ? മനസ്സിലാവുന്നു? ആ ഫുഡ് ഇനി അതിനകത്ത് എൻസൈം കൊണ്ട് ആക്ട് ചെയ്യും. ഇതിനകത്ത് എൻസൈം ആക്ട് ചെയ്യും. എൻസൈം ആക്ട് ചെയ്തിട്ട് അതാണ് ഡൈജഷൻ. ഇനി അവരിൽ നിന്നുള്ള എല്ലാം ഇവർ അബ്സോർബ് ചെയ്യുക. അബ്സോർബ് ചെയ്ത ശേഷം എന്ത് വേസ്റ്റ് വരുന്നോ അത് അതുപോലെ അപ്പോൾ അവൻ്റെ ബോഡിയെ ഇങ്ങനെ ചരിച്ച് വേസ്റ്റ് എല്ലാം കൂടെ ഒരിടത്ത് കൊണ്ടുവെക്കും. കൊണ്ടുവച്ചിട്ട് ബോഡിയെ വീണ്ടും ചരിച്ച് ഇവിടെ ഒട്ടിക്കും. എന്നിട്ട് ഈ വേസ്റ്റ് അങ്ങ് പുറത്തു. സോ ദിസ് ഈസ് ദ വേ അമീബ പെർഫോംസ് ഇറ്റ്സ് nutrition. So what are the different stages in the process of nutrition in amoeba? Complete the flow chart. ഈ ഫ്ലോ ചാർട്ട്
കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് stages in the process of nutrition, another flow chart, expelling waste. Okay. So ഈ flow chart complete ചെയ്യാം. ഓക്കെ, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് തന്നിരിക്കുന്ന ഈ ടൈറ്റിൽസ് അങ്ങ് എടുത്താൽ എഴുതിയാൽ മതി, ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആവും. എന്തൊക്കെയാണ് അവിടെ തന്നിരിക്കുന്നത്? ഒന്ന് ഫുഡ് ഇൻടേക്ക്, അതായത് ഇൻജഷൻ, പിന്നെ ഡൈജഷൻ, അബ്സോർഷൻ. സോ ഇൻജഷൻ്റെ സ്പെല്ലിംഗ് ആണ്ട് ഇവിടെ ഉണ്ട്, ഇൻജഷൻ ഉണ്ട്. ഇത് താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഡൈജഷൻ, ഇത് അബ്സോർപ്ഷൻ, പിന്നാണ്ട് ഇത് എക്സ്ക്രീഷൻ. ഓക്കെ, സ്റ്റേജസ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ്റെ പ്രോസസ്സിൽ ഉള്ള സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജിൽ ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആഹാരമുള്ള, നമ്മൾക്ക് ആവശ്യമുള്ള, ശരീരത്തിന് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന പ്രോസസ്സ്. നമ്മൾ ഫുഡ് എടുത്തു, കഴിച്ചു, ദഹിച്ചു, ഇത് മാത്രം മതിയോ? പോരാ. ഫസ്റ്റ് സ്റ്റേജ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഇൻജഷൻ. നമ്മൾ ഫുഡ് വിഴുങ്ങുന്ന പരിപാടിയാണ് ഈ ഫുഡിന്റെ ന്യൂട്രീഷനിൽ ആദ്യം. കാര്യം നമ്മൾ വായിലോട്ട് എന്തെങ്കിലും ചെന്നെങ്കിലല്ലേ ന്യൂട്രിയൻസ് കിട്ടും. സോ ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച്, അത് കഴിഞ്ഞാൽ എന്ത് വരുന്നത്? ഡൈജഷൻ വരും. സോ ഇൻജഷൻ കഴിഞ്ഞാൽ ഡൈജഷൻ. So digestion is the process in which the organic factors present in the food are broken down to simple components that can be absorbed by the body. So ഫുഡിനകത്തുള്ള, നമ്മൾ ഇൻജസ്റ്റ് ചെയ്ത ഫുഡിനകത്ത് അതിൻ്റെ സ്മോളർ കമ്പോണൻ്റ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ഡൈജഷൻ കഴിഞ്ഞാൽ വരുന്ന പരിപാടിയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. The process of digested food is being received in the body is known as absorption. Absorption നടത്തിയാൽ അതിനുശേഷം വരുന്നതാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. Assimilation. So assimilation is the process in which absorbed components become part of the body. So ഫുഡ് നമ്മൾ സപ്പോസ് ഒരു ഇഡലി എടുത്ത് വിഴുങ്ങി, ഇഡലി നമ്മളുടെ ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർബോഹൈഡ്രേറ്റും ന്യൂട്രിയൻസും ആക്കി മാറ്റി, നമ്മളുടെ ബോഡി അതിനെ അബ്സോർബ് ചെയ്തു, ബോഡിയുടെ പാർട്ടാക്കി മാറ്റി. ഇനിയോ ബൈ പ്രൊഡക്ട്സ് ഓഫ് മെറ്റബോളിക് റിയാക്ഷൻ, നമ്മളുടെ ഈ ശരീരത്തിൽ പ്രവർത്തനം ചെയ്തതിന്റെ ബൈ പ്രൊഡക്ട്സ് എലിമിനേറ്റ് ചെയ്യണം. അതിനാണ് എക്സ്ക്രീഷൻ. ഓക്കെ, എക്സ്പെല്ലിംഗ് വേസ്റ്റ് ആണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് ദ ഇല്ലുസ്ട്രേഷൻ. ഓക്സിജൻ ഫ്രം ദ ലങ്സ്. സോ ഇവിടെ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. ലങ്സിൽ നിന്നും ഓക്സിജൻ ഇങ്ങോട്ട്, യൂറിയ ഫ്രം ലിവർ ഇങ്ങോട്ട്, കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽസ് ഇങ്ങോട്ട്, ന്യൂട്രിയൻസ് ഫ്രം ദ സ്മോൾ ഇൻഡസ്ട്രൈൻ ഇങ്ങോട്ട്. സ്മോൾ ഇൻഡസ്ട്രൈനിൽ ഇപ്പോൾ സ്റ്റൊമക്കിൽ ഇവൻ റിയാക്ഷൻ എല്ലാം പെർഫോം ചെയ്ത ശേഷം സ്മോൾ ഇൻഡസ്ട്രൈനിലോട്ട് കയറുമ്പോഴാണ് മാക്സിമം അബ്സോർഷൻ നടക്കുന്നത് സ്മോൾ ഇൻഡസ്ട്രിയിലാണ്. സോ ന്യൂട്രിയൻസ് സ്മോൾ ഇൻഡസ്ട്രിയിൽ അബ്സോർവ് ചെയ്യുന്ന എല്ലാം കൂടെ ബ്ലഡിനകത്തോട്ടാണ് കൊടുക്കേണ്ടത്. ബ്ലഡ് ആണ് ഈ ന്യൂട്രിയൻസ് ആവശ്യമുള്ളതെല്ലാം കൊണ്ടു കൊടുക്കുന്നത്. സോ ബ്ലഡിനകത്തോട്ടാണ് അത് വരുന്നത്. ഇനി കാർബൺ ഡയോക്സൈഡ് സെൽസിന് നമ്മൾ ഓക്സിജൻ കൊടുക്കണം. എന്തിനാ? സെല്ലിൽ ഓക്സിജൻ ആക്ഷൻ പെർഫോം ചെയ്തിട്ട് അവൻ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. സോ സെല്ലിൽ നിന്നുള്ള കാർബൺ ഡയോക്സൈഡിനെ കളക്ട് ചെയ്യുന്നത് ബ്ലഡാണ്. മനസ്സിലാവുന്നോ? സോ ബ്ലഡിനകത്തോട്ടാണ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദ സെൽസ് പോകുന്നത്. ഇതൊരു വേസ്റ്റ് ആണ്, ഇതൊരു ന്യൂട്രിയൻ്റ് ആണ്. യൂറിയ ഫ്രം ദ ലിവറിനകത്ത് ഈ അമോണിയ സബ്സ്റ്റൻസിനെ എല്ലാം കൂടെ ലിവർ അവന്റെ ആക്ഷൻ എല്ലാം പെർഫോം ചെയ്ത്, അമോണിയ നമ്മുടെ ശരീരത്തിന് കേടാണ്, അതിനെ യൂറിയയുടെ ഫോമിലാക്കും. യൂറിയ ലിവറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതും ബ്ലഡാണ്. ഇതാണ് അവർ കിഡ്നി കൊണ്ട് കളയുന്നത്. ഇപ്പൊ യൂറിയ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ അല്ലേ പോകുന്നത്, അതെങ്ങനെയാ പോകുന്നത്? ബ്ലഡ് കളക്ട് ചെയ്തിട്ട് അത് നമ്മളെ കിഡ്നിയിൽ കൊണ്ടുപോയി അരിക്കും. കാർബൺ ഡയോക്സൈഡ് സെല്ലിൽ നിന്ന് ബ്ലഡിൽ കൊടുത്തതോ, ബ്ലഡ് അത് കൊണ്ടുപോയി ലങ്സിൽ കൊടുക്കും. ലങ്സിൽ അവനെ അരിച്ച് റിലീസ് ചെയ്യും. ന്യൂട്രിയൻസ് സ്മോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് കൊടുത്തതോ, അത് ബ്ലഡ് ആവശ്യമുള്ള ബോഡി പാർട്സിന് കൊണ്ടുപോകും. ഓക്സിജൻ ഫ്രം ദ ലങ്സിൽ നിന്നും ഓക്സിജൻ എടുത്ത് ബ്ലഡിനകത്ത് കൊടുക്കും. ബ്ലഡ് സെൽസിന് ഈ ഓക്സിജൻസ് കൊണ്ടു കൊടുക്കും. അവിടുന്ന് കാർബൺ ഡയോക്സൈഡിനെ കളക്ട് ചെയ്ത് ലങ്സിൽ കൊണ്ടു കൊടുക്കും. ലങ്സ് റിമൂവ് ചെയ്യും. മനസ്സിലാവുന്നോ? സോ വിച്ച് ആർ ദ കമ്പോണൻസ് റീച്ചിങ് ദി ബ്ലഡ്? ഓക്കെ, സോ ഇനി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വിച്ച് ആർ ദ കമ്പോണൻസ് വിച്ച് ആർ റീച്ചിങ് ദി ബ്ലഡ്?
ബ്ലഡിൽ റീച്ച് ചെയ്യുന്ന കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. പറയട്ടെ. വിച്ച് ആർ ദ കമ്പോണൻസ് റീച്ചിങ് ദ ബ്ലഡ്? സോ ഓക്സിജൻ, carbon dioxide, urea, nutrients. Which among these are required for the body? Body ക്ക് ആവശ്യമുള്ളത് nutrients, oxygen. So nutrients, oxygen. How are unwanted substances are eliminated? How are unwanted substances are eliminated? Blood transport, unwanted substances to target of excretion. Excretion ചെയ്യേണ്ട ടാർഗറ്റിൽ അൺവാണ്ടഡ് സബ്സ്റ്റൻസിന് ഉണ്ട്. കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നത് റെസ്പിറേഷനിൽ ലങ്സിലൂടെയാണ്. യൂറിയ ദാറ്റ് റീച്ചസ് ദ ബ്ലഡ് ഈസ് നോട്ട് നെസസറി ഫോർ ദ ബോഡി. സോ ഹൗ ഇറ്റ് ഈസ് എക്സ്പെൽഡ്? ഇറ്റ് ഈസ് എക്സ്പെൽഡ് ത്രൂ ദ കിഡ്നി by filtration. Okay, filters in the body are കൊടുത്തിരിക്കുന്നത് 1 2. യെസ്, കുറച്ചും കൂടെ ഉള്ളൂ, തീർക്കാൻ മകള്. സോ കിഡ്നിയുടെ പടമായി കൊടുത്തിരിക്കുന്നത് ഈ പറങ്ങാണ്ടിയുടെ ഷേപ്പിൽ ഇരിക്കുന്നത് കിഡ്നിയാണ്. ഓക്കെ, the blood vessels that reach the kidney, blood along with the urea, water, other components in great quantities reach here. The blood vessels that leaves the kidney, ഈ ബ്ലൂ കളറിലുള്ളത് ബ്ലഡ് വെസൽസ് ദാറ്റ് ലീവ്സ് ദ കിഡ്നി ആണ്. ഇത് ബ്ലഡ് ലെവൽസ് ദാറ്റ് റീച്ചസ് ദ കിഡ്നി ആണ്. കിഡ്നിയിലോട്ട് വരുന്ന ബ്ലഡ് വെസലിനകത്ത് എപ്പോഴും വേസ്റ്റ് കാണും. കിഡ്നിയിൽ നിന്നും പുറത്തോട്ട് പോകുന്നതിനകത്ത് വേസ്റ്റ് ഫ്രീ ആയിരിക്കും, നോ വേസ്റ്റ്. കണ്ടോ, കിഡ്നിയിലോട്ട് വരുന്ന ബ്ലഡ് വെസൽസിൽ യൂറിയ ഉണ്ട്, അതോടൊപ്പം വാട്ടറും അതർ കമ്പോണൻസും ഉണ്ട്, ഒരുപാട് ഹയർ കോൺസെൻട്രേഷൻ. Blood vessels that leave the kidney, blood along with the water, bloodum, water, urea and other components in lesser quantities. See, 100% filtration possible അല്ല. ഇവിടെ ഭയങ്കര കോൺസെൻട്രേഷനിൽ സാധനം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ വളരെ കുറവായിരിക്കും യൂറിയയുടെ. ബാക്കി എന്തോ ചെയ്തു? ബാക്കി റിമൂവ് ചെയ്തു. യൂറീറ്റർ, യൂറിയ പ്ലസ് വാട്ടർ പ്ലസ് അതർ കമ്പോണൻസ്. സോ യൂറിയ, വാട്ടർ പ്ലസ് അതർ കമ്പോണന്റിനെ ടുഗദർ പറയുന്നതാണ് യൂറീറ്റർ. So what is ureter? Urea plus water plus other components together called ureter. Examine the components of both the blood vessels that reaches the kidney, that leaves the kidney. So what difference do you see? In whatever reaches the kidney, in that ureter concentration is high urea content and other quantities. But in the blood vessels that leaves the kidney, the ureter content is very less. Can you tell what function of the kidney? Can you tell what the function of the kidney is? What the function of the kidney? Excretion of urea and water. During summer, more water is lost through skin. Hence, there would be less water and more salt in urine. Urine in this season would slightly more yellowish in color. ശരിയല്ലേ? നമ്മളുടെ മൂത്രം എന്ന് പറയുന്നത് ഒരുതരം വെള്ളമാണ്, വാട്ടറാണ്. അതിനകത്ത് ചിലപ്പോൾ ഗ്ലൂക്കോസ് കാണുമായിരിക്കും, ചിലപ്പോൾ ഇത് കാണുമായിരിക്കും, യൂറിയ കാണുമായിരിക്കും, ചിലപ്പോൾ മറ്റുള്ള മിനറൽസ് കാണുമായിരിക്കും. എന്ത് ബോഡിയിൽ ഓവറായിട്ടുണ്ടോ, ബോഡിക്ക് എന്ത് ഓവറായിട്ട് തോന്നുന്നുണ്ടോ അത് വാട്ടർ സോല്യൂബിൾ ആണെങ്കിൽ നമ്മളുടെ ബോഡി അത് റിമൂവ് ചെയ്യുന്ന മെക്കാനിസമാണ് യൂറിയ. ഇനി വാട്ടർ സോല്യൂബിൾ അല്ലെങ്കിലാണ് നമ്മൾ കക്കൂസിൽ പോകുമ്പോൾ നമ്മുടെ എക്സ്ക്രീഷൻ ഫീക്കലായിട്ട് പോകുന്നത്, മലമായിട്ട് പോകുന്നത് എന്താണ്? വാട്ടർ സോല്യൂബിൾ അല്ലാത്തതാണ്. ചിന്തിച്ചോണം. നമ്മൾ ചിലപ്പോൾ സമയത്ത് ഈ നല്ലോണം വെള്ളമൊക്കെ കുടിച്ചില്ലെങ്കിൽ, നല്ല സമ്മർ സമയത്തൊക്കെ പോയി മൂത്രം ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഇത്തിരി മഞ്ഞ കളറാണ് നമ്മുടെ മൂത്രത്തിന്. കാര്യം എന്താ? വെള്ളത്തിന്റെ അളവ് കുറവാണ്. ഇത് കിഡ്നിക്ക് കേടാ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നിങ്ങൾ ഒരുപാട് വെള്ളം കുടിച്ചോണമെന്ന്. എസ്പെഷ്യലി സമ്മർ സീസണിൽ നിങ്ങൾ ഒരുപാട് വെള്ളം കുടിക്കണമെന്ന് പറയാൻ കാരണം എന്താ? ഓക്കെ, എക്സ്ക്രീഷൻ ത്രൂ കിഡ്നി. കിഡ്നിയാണ് ഈ കൊടുത്തിരിക്കുന്നത്. നോക്കാം, കിഡ്നിയുടെ പടമാണിത്. സോ യൂറിനറി ബ്ലാഡർ ഉണ്ട്, ഇവിടാണ് നമ്മുടെ മൂത്രമെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. കിഡ്നി ഉണ്ട്, അതിനകത്ത് യുറീറ്റർ ഉണ്ട്, ആർട്ടറി ഉണ്ട്, വെയിൻ ഉണ്ട്. ആർട്ടറി നല്ല ബ്ലഡ് കൊണ്ടുവരും, വെയിൻ പന്ന ബ്ലഡ്, അശുദ്ധ രക്തം. കിഡ്നി ഈസ് ദ മേജർ എക്സ്ക്രീറ്ററി ഓർഗൻ ഇൻ ദ ബോഡി. എക്സസ് യൂറിയ, water, salt in the body are filtered and expelled in the form of urine. In order to facilitate this process, children should drink
at least 1.5 liter, and adult should drink 3 liter of water daily. So daily 3 liter വെള്ളമെങ്കിലും adult കുടിച്ചോണം. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അതുപോലെ നിങ്ങളെല്ലാം വെള്ളം കുടിക്കണം. സോ വെള്ളം കുടിക്കുന്നതിൽ ആരും യാതൊരു കുറവും വരുത്താൻ പാടുള്ളതല്ല. ഓക്കെ. യൂറിൻ കണ്ടെയ്ൻസ് 96% വാട്ടർ. യൂറിനകത്ത് 90-60% വാട്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാട്ടറും യൂറിയയും സാൾട്ടും എല്ലാം എക്സ്ക്രീറ്റ് ചെയ്യുന്നത് കിഡ്നിയാണ്. സോ കിഡ്നി എന്തൊക്കെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്? ഡെഫിനറ്റ്ലി വാട്ടർ കാണും, അത് കഴിഞ്ഞ് യൂറിയ കാണും, സാൾട്ട് കാണും. വെൻ ഡു യു സ്വെറ്റ് പ്രൊഫ്യൂസ്ലി? എപ്പോഴാണ് നിങ്ങൾ ഒരുപാട് സ്വെറ്റിംഗ് ആവുന്നത്? സമ്മർ സീസണിലാണ്. വാട്ട് ഓൾ ആർ എക്സ്പെൽഡ് ഫ്രം ദ ബോഡി ത്രൂ ദ സ്വെറ്റ്? അപ്പൊ സ്വെറ്റും ഒരുതരം എക്സ്ക്രീഷൻ മെക്കാനിസം അല്ലേ? സ്വെറ്റ് നിങ്ങളുടെ വിയർപ്പെടുത്ത് നിങ്ങൾ നക്കി നോക്കിയിട്ടുണ്ട്, ഉപ്പ് രസം കാണും. കാര്യം എന്താ? അത് വെള്ളം മാത്രമല്ല, അതിനകത്ത് ചില സാൾട്ടും കാണും. ശരിയല്ലേ? സോ നമ്മളുടെ ബോഡിയിൽ സ്കിന്നിൽ നോക്കാം, സ്കിന്നിൽ നമുക്ക് ഹെയർ ഉണ്ട്. ആ ഹെയറിന്റെ താഴെ ഒരു സ്വെറ്റ് ഗ്ലാൻഡ് ഉണ്ട്. നോട്ട് പാസിംഗ് യൂറിൻ വെൻ റിക്വയർഡ്, നോട്ട് ഡ്രിങ്കിങ് ഇനഫ് വാട്ടർ, നോട്ട് മെയിൻറ്റെയിനിങ് ഹൈജീൻ എക്സെട്ര വിൽ കോസ് യൂറിനറി ഡിസീസ്. മൂത്രം ഒഴിക്കാൻ തോന്നുമ്പോൾ കറക്റ്റായിട്ട് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ 1-2 പ്രാവശ്യം ഒന്നും കുഴപ്പമൊന്നുമില്ല. ബട്ട് എപ്പോഴും നിങ്ങൾ അത് തന്നെ ചെയ്യുവാണെങ്കിൽ, ആവശ്യത്തിന് വെള്ളം നമ്മൾ കുടിച്ചില്ല എങ്കിൽ, കറക്റ്റായിട്ട് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സുനാപ്ലിക്കേഷനൊക്കെ ക്ലീൻ ആയിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് യൂറിനറി ഡിസീസ് ഉണ്ടാകും. മൂത്ര അസുഖം, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ സുനയൊക്കെ ഇരുന്ന് പഴുക്കും. ഓക്കെ, അതവിടെ ഇരുന്നോട്ടെ. ഇവിടെ തിരിച്ചു വാ. സ്വെറ്റ് ഗ്ലാൻഡ്. സോ സ്വെറ്റ് ഗ്ലാൻഡ് നമ്മുടെ സ്വെറ്റ്, വിയർപ്പ് പ്രൊഡ്യൂസ് ചെയ്ത് അവന്മാർ ഈ ഹെയറിനകത്തൂടെ റിലീസ് ചെയ്യും, ഹെയറിന്റെ സൈഡിൽ കൂടെ. സോ സ്വെറ്റ് ആൻഡ് അതർ വേസ്റ്റ് ആർ എക്സ്പെൽഡ് ത്രൂ മൈന്യൂട്ട് പോർസ് ഓഫ് ദ സ്കിൻ. സ്കിന്നിനകത്ത് വളരെ സൂക്ഷ്മമായിട്ടുള്ള പോർസിലൂടെ സ്വെറ്റും മറ്റുള്ള വേസ്റ്റും ഒക്കെ അവര് റിലീസ് ചെയ്യും. They accumulate on the skin, hence the skin has to be cleaned. കുളിക്കാനുള്ള കാരണമായി പറയുന്നത്. Do you now understand the importance of carefully cleaning all body parts while bathing? Is it proper to prevent sweat? Is it proper to prevent sweat? No. Sweating is required because sweating എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് എക്സ്ക്രീഷൻ ആണ്. ബട്ട് നമ്മൾ കറക്റ്റായിട്ട് കുളിക്കുകയും നനയ്ക്കുകയൊക്കെ വേണം കേട്ടോ. Sweat is produced by sweat glands in the skin. സ്കിന്നിനകത്തുള്ള സ്വെറ്റ് ഗ്ലാൻഡ്സ് ആണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Excess water and salt in the body are eliminated through the sweat. So excess വാട്ടറും സാൾട്ടും, അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ബിരിയാണിയിൽ ഉപ്പില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇത്തിരി വിയർപ്പ് കുടഞ്ഞങ്ങോട്ട് ഒഴിച്ചാൽ മതി, ചുമ്മാതാണേ, അതും സാൾട്ട് കാണുമെന്നായി പറയുന്നത്. സോ എക്സസ് വാട്ടറും സാൾട്ടും ഒക്കെ നമ്മൾ സ്വെറ്റിനകത്തൂടെ റിലീസ് ചെയ്യും. സ്വെറ്റിംഗ് ഹെൽപ്സ് ടു റെഗുലേറ്റ് മെയിൻറ്റെയിൻ അവർ ബോഡി ടെമ്പറേച്ചർ. നമ്മൾ വിയർക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തുവാ? നമുക്ക് ബോഡി ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സമ്മർ ടൈമിൽ നമ്മൾ ഒരുപാട് വിയർക്കും. കാര്യം നമ്മളുടെ ബോഡിയുടെ ടെമ്പറേച്ചർ ഒരുപാട് കൂടാതിരിക്കാൻ നമ്മുടെ ബോഡിയുടെ ഒരു മെക്കാനിസമാണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. ദ കണ്ടീഷൻ ഓഫ് എക്സസീവ് ലോസ് ഓഫ് വാട്ടർ ആൻഡ് സോൾട്ട് ഫ്രം ദ ബോഡി കോൾഡ് ഡീഹൈഡ്രേഷൻ. നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാതിരുന്ന് ഒരുപാട് സ്വെറ്റിംഗ് ആയി ഒരുപാട് ബോഡിയിൽ നിന്നും വെള്ളം നഷ്ടപ്പെട്ടാൽ അത് ഡീഹൈഡ്രേഷന് കാരണമാകും. ചിലപ്പോൾ തല ഇറങ്ങി വീഴുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗ്ലൂക്കോസ് കുത്തേണ്ടി വരും. എക്സ്ക്രീഷൻ ഇൻ പ്ലാന്റ്സ്. ഇനി പ്ലാന്റ്സിന്റെ എക്സ്ക്രീഷൻ ആയി പറഞ്ഞിരിക്കും. ആസ് ഇൻ ദ അനിമൽ ബോഡി, വേസ്റ്റ് ആർ ഫോംഡ് ഇൻ ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ടു. ഒബ്സർവ് ദ മെത്തേഡ്സ് പ്ലാന്റ്സ് അഡോപ്റ്റഡ് ടു എലിമിനേറ്റ് ദിസ്. സോ പ്ലാന്റിനകത്തും എക്സ്ക്രീഷൻ ഉണ്ടെന്നായി പറയുന്നത്. അതായത് ചില മരത്തിലൊക്കെ ഇങ്ങനെ കറയൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, ഇത് അവന്റെ എക്സ്ക്രീഷൻ ആയിരിക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദ ബാർക്ക് വിച്ച് ലേറ്റർ ഗെറ്റ്സ് ഡിറ്റാച്ച്ഡ്. പലപ്പോഴും ഈ മരത്തിന്റെ തൊലിയൊക്കെ ഇളകി പോകുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ, പിന്നെയും വീണ്ടും തൊലി കളിച്ച് വരും. സോ വേസ്റ്റ് മെറ്റീരിയൽ മരത്തിന്റെ തൊലിയിൽ ബാർക്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, പിന്നെ ആ തൊലി എടുത്ത് കളയും, പിന്നെയും അടുത്ത തൊലി വരും. സോ വേസ്റ്റ് മെറ്റീരിയൽസ് ആർ എക്സ്പെൽഡ് ആസ് എക്സൂഡ്സ് ഫ്രം ദം. സോ ചിലപ്പോൾ അതിൽ നിന്നിങ്ങനെ ഒലിച്ചു വരും, ഇങ്ങനെ എക്സൂഡ്സ് ഫ്രം ദി ദം. ഇതും ഒരു വേസ്റ്റ് റിമൂവൽ ആണ്, ഇതും ഒരു വേസ്റ്റ് റിമൂവൽ ആണ്. സോ 2 ways plants remove their waste. One is by storing in the bark and detaching itself. Second one is exudating from them. Okay. ഫുഡ് ഹൈജീൻ ആവശ്യമാണെന്നായി പറയുന്നത്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഈ ചാപ്റ്ററിൽ. ഇനി ഈ ചാപ്റ്ററിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമുക്ക് നോക്കാം. അത് കഴിഞ്ഞാൽ എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റി എന്തൊക്കെയാണ്? പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ ആന്റി ഡ്രഗ് മെസ്സേജ് ഇൻ സ്കൂൾ. സ്കൂളിൽ ഡ്രഗ് യൂസ് ചെയ്യരുത് എന്നതിനുള്ള മെസ്സേജ് പ്രിപ്പയർ ചെയ്ത് കാണിക്കാൻ. പ്രിപ്പയർ എ ടേബിൾ ക്ലാസിഫൈയിങ് ട്രഡീഷണൽ ആൻഡ് മോഡേൺ സബ്സ്റ്റൻസസ്
used for cleaning the skin and teeth. പല്ലും സ്കിന്നും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് പണ്ട് ഉപയോഗിച്ചിരുന്ന സബ്സ്റ്റൻസ് എന്തൊക്കെയാണ്? മോഡേൺ. ഫോർ എക്സാമ്പിൾ ചകിരി ആയിരുന്നു പണ്ട് നമ്മൾ കുളിക്കുമ്പോൾ തേച്ചുരയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇഞ്ച ഉപയോഗിക്കും ആക്ച്വലി ആൾക്കാർ. ഇപ്പം എന്തുവാ, ഇപ്പം കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു വരയ്ക്കാൻ. നമുക്ക് വരയ്ക്കത്തുമില്ല. പല്ലോ ഇപ്പം ബ്രഷ്. പണ്ടൊക്കെ കമ്പും മാവലയൊക്കെ ഉപയോഗിച്ചായിരുന്നു നമ്മൾ ആക്ച്വലി പല്ല് വരയ്ക്കുന്നത്. ഉമിക്കിരി ഉപയോഗിക്കുമായിരുന്നു പണ്ട്. പിന്നെ ചിരട്ടയുടെ കരി ഉപയോഗിക്കുമായിരുന്നു. പിന്നെ നമ്മളുടെ അടുപ്പിലെ വിറകിൻ്റെ കരി ഉപയോഗിക്കുമായിരുന്നു പല്ല് തേക്കാനൊക്കെ. ഇപ്പം പേസ്റ്റാണ്, കോൾഗേറ്റ്, ക്ലോസപ്പ്. ഫുഡ് ഈസ് ടു ബി thoroughly chewed and ground while eating. Why? ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചവച്ച് അരച്ച് വേണം കഴിക്കാൻ എന്നാണ് പറയുന്നത്. ടു ഫീൽ ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡ്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. ടു ഗീവ് എക്സസൈസ് ടു ദ ടീത്തിന് എക്സസൈസ് കിട്ടാൻ വേണ്ടി. ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടി. ടു മിക്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ദ ഫുഡ്. നമുക്ക് എപ്പോഴും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവുകയാണെങ്കിൽ എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ. എലിമിനേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ ചോദ്യത്തിന് ഒരിക്കലും ഉത്തരമാവാൻ സാധ്യതയില്ലാത്ത ചോയ്സുകളെ എടുത്തങ്ങ് തെക്ക് വടക്കിന് എറിഞ്ഞോണം. സോ ഫുഡ് ഈസ് ടു ബി thoroughly chewed and ground while eating. സോ എവിടാണ് ഈ ചവപ്പും ഒരപ്പൊക്കെ നടക്കുന്നത്? എവിടാണ്? മൗത്തിലാണ്. സോ മൗത്തിൽ ഫുഡ് നടക്കുന്ന പരിപാടിയാണ്. സോ ഇതിനകത്ത് പറഞ്ഞ കേട്ടോ, ടു മിക്സ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ഫുഡ്. സോ ഒരിക്കലും ഹൈഡ്രോക്ലോറിക് ആസിഡ് മൗത്തിലില്ല. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ഒരിക്കലും വരത്തില്ല. ഇനിയോ, ടു ഗീവ് എക്സസൈസ് ടു ദ ടീത്തിന് എക്സസൈസ് ചെയ്യാൻ ഫുഡ് വായിലിട്ട് ചവയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അതും മോശമായ ഒരു ആൻസറാണ്. ടു ഫീൽ ദ ടേസ്റ്റ് ഓഫ് ദ ഫുഡിന്റെ ടേസ്റ്റ് അറിയാൻ. ഫുഡിന്റെ ടേസ്റ്റ് അറിയുന്നത് നാക്കിലൂടെയാണ്. ഫുഡിന്റെ ടേസ്റ്റ് അറിയാൻ എന്ന് ചിലർ ചിന്തിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചോക്ലേറ്റ് എടുത്തെന്ന് വെച്ചോ, ഇപ്പോൾ 5 സ്റ്റാറോ ചില ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പുറത്ത് ഒരു ടേസ്റ്റ് ആയിരിക്കും, അകത്ത് വേറെ ടേസ്റ്റ് ആയിരിക്കും. ഇത് പൊട്ടിച്ചെങ്കിൽ മാത്രമേ അകത്തെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. മനസ്സിലാവുന്നോ? പക്ഷെ അത് ച്യൂ ചെയ്ത് ഗ്രൗണ്ട് ചെയ്ത് പൊടിച്ച് പേസ്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ടേസ്റ്റ് അറിയാൻ. അതും തെറ്റാണ്. ആഫ്റ്റർ ഓൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഫുഡ് കഴിക്കുന്നത്? ടൈം പാസിനാണോ? അല്ല. ടൈം പാസിന് കഴിക്കുന്നവന്മാരുണ്ട്. ടൈം പാസിനല്ല ഫുഡ് കഴിക്കേണ്ടത്. ഫുഡ് കഴിക്കുന്നത് നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി. സോ ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടി ആ ബോഡിക്ക് ഫുഡ് കിട്ടിയിട്ട് അത് ഡൈജഷൻ ആവണം. സോ പ്രോപ്പർ ഡൈജഷൻ നടക്കണമെങ്കിൽ ആ ഫുഡിന്റെ എല്ലാ പാർട്ടിലും എൻസൈംസിനും നമ്മുടെ സ്റ്റൊമക്കിലുള്ള ജ്യൂസിനും എല്ലാം ആക്ടിവേഷൻ ചെയ്യാൻ പറ്റണം. അതിന് ടു ഫെസിലിറ്റേറ്റ് ഡൈജഷൻ നിങ്ങൾ കറക്റ്റായിട്ട് അവനെ ചവച്ച് പൊടിച്ച് ചെറുതാക്കി പേസ്റ്റാക്കി വിട്ടെങ്കിലേ ഡൈജഷൻ കറക്റ്റായിട്ട് നടക്കും. സോ ദ ആൻസർ ഈസ് the levels of oxygen and carbon dioxide are maintained constant in the atmosphere. So oxygen carbon dioxide അറ്റ്മോസ്ഫിയറിൽ ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ആരാണെന്നോ എന്താണെന്നോ ആണ് നോക്കുന്നത്. ഡ്യൂ ടു റെസ്പിറേഷൻ ബൈ ആനിമൽസ്, ഡ്യൂ ടു ഫോട്ടോസിന്തസിസ് ബൈ പ്ലാന്റ്സ്, ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, ഡ്യൂ ടു ഡിക്രീസ് ഇൻ പ്ലാന്റ് പോപ്പുലേഷൻ. ഒന്ന്, അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ ഒരു 100% ഗ്യാസ് ആയിട്ട് എടുത്താൽ അതിൽ നൈട്രജൻ ആണ് 78%, ഓക്സിജൻ ആണ് 21%, കാർബൺ ഡൈ ഓക്സൈഡ് 0.03% മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും പെർസെൻറ്റേജ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നത്. ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ്? ഫോട്ടോസിന്തസിസിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ അവൻ വലിച്ചെടുക്കും, ഓക്സിജനെ അവൻ റിലീസ് ചെയ്യും. അതായത് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസിലൂടെയാണ്. സോ ഫോട്ടോസിന്തസിസ് ഈസ് മസ്റ്റ്. ഇനി ഫോട്ടോസിന്തസിലൂടെ ഓക്സിജൻ കൊടുത്തുകൊണ്ടേയിരിക്കുക, അന്നേരം എന്തോ പറ്റും? ഓക്സിജന്റെ അളവ് കൂടി പോകത്തില്ലേ? അതിന് പകരം ഈ ഓക്സിജൻ വലിച്ചെടുത്ത് ആരെങ്കിലും കാർബൺ ഡൈ ഓക്സൈഡും കൂടെ വിട്ടുകൊടുക്കണ്ടേ? അതിനെയാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളെല്ലാം ശ്വസിക്കുമ്പോൾ റെസ്പിറർ ചെയ്യുമ്പോൾ നമ്മൾ എന്തോ വലിക്കുന്നേ? ഓക്സിജൻ. നമ്മളെന്തോ പുറത്തോട്ട് വിടുന്നേ? കാർബൺ ഡൈ ഓക്സൈഡ്. സോ ഈ റെസ്പിറേഷനും ഫോട്ടോസിന്തസിസും മസ്റ്റ് ആണ് ഈ ഒരു കോൺസെൻട്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഡ്യൂ ടു ദ പ്രോസസ് ഓഫ് റെസ്പിറേഷൻ ആൻഡ് ഫോട്ടോസിന്തസിസ്, കോൺസ്റ്റന്റ് concentration of oxygen and carbon dioxide in the atmosphere is maintained. Answer is C. Okay. Complete the flow chart adding different stages related to organs and
functions of the process of nutrition. Ingestion, complete the flowchart adding the different stages, different stages. Nutrition athula stages എന്തൊക്കെയായിരുന്നു? Ingestion ഉണ്ട്, digestion ഉണ്ട്, absorb ചെയ്തു, assimilate ചെയ്തു, excrete ചെയ്തു. So different stages ആയി. Related organs and functions of the process of nutrition. So ingestionൽ നമുക്ക് മൗത്ത് എന്ന് പറയുന്ന ഓർഗൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഡൈജഷനിൽ നമുക്ക് സ്റ്റൊമക്ക് ഉണ്ട്, മൗത്ത് ഉണ്ട്, സ്റ്റൊമക്ക് ഉണ്ട്. മൗത്തും സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും എല്ലാം വേണം. അബ്സോർഷൻ നടക്കുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ലാർജ് ഇൻറ്റസ്റ്റൈനിലുമാണ്. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും എഴുതണ്ട. ഡൈജഷന് നിങ്ങൾ മൗത്തും സ്റ്റൊമക്കും മാത്രം എഴുതിയാൽ മതി. അബ്സോർഷന് സ്മോൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും ഇരിക്കട്ടെ. പിന്നെ ബോഡിയിൽ അസിമിലേറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനാണ്? എക്സ്ക്രീഷൻ നിങ്ങൾക്ക് കിഡ്നി എഴുതാൻ പറ്റും, ലങ്സ് എഴുതാൻ പറ്റും, സ്കിൻ എഴുതാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ ഫങ്ഷനും കൂടെ എഴുതണം, എന്തോ അവർ ചെയ്യുന്നതെന്ന് ഈ ചാപ്റ്ററിൽ നിന്ന് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അസിമിലേഷൻ ഏത് ഓർഗനാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനും കുഴഞ്ഞു പോകും. Assimilation is the process in which absorbed components become part of the body. അത് ബ്ലഡ് സിസ്റ്റം ആണോ? ഓർഗൻ ബ്ലഡ് നിങ്ങൾ എഴുതിക്കോ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് എഴുതി വെച്ചോ കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. ഈ ചാപ്റ്റർ നമ്മൾ തീർത്തു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ക്ലാസ് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം, കൊള്ളില്ലെങ്കിൽ പറയണം. കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യണം, ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.